നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ യൂറോപ്പിലേക്കുള്ള വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. യൂറോപ്യൻ സാധ്യതകളും പരിഗണിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അതിന് പിന്നാലെ യൂറോപ്പിൽ നിന്നൊരു വാർത്ത വരുന്നു. ഒരു യൂറോപ്യൻ ക്ലബ്ബ് താരത്തിന് ഓഫർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്ലബ്ബ് മറ്റൊന്നുമല്ല, ഫെണർബാഷെയാണ്. ഹോസെ മറീഞ്ഞോ പരിശീലിപ്പിക്കുന്ന ഫെണർബാഷെ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടർക്കിഷ് മാധ്യമമായിട്ടുള്ള ഫാനറ്റിക്കാണ്. അതിലവർ പറയുന്നത് ഫെണർബാഷെ ഹോസെ മൊറീഞ്ഞോയുടെ കീഴിലുള്ള ഫെണർബാഷെ നെയ്മർ ജൂനിയർക്ക് 1 വർഷത്തെ കോൺട്രാക്ട് ഓഫർ ചെയ്യുന്നു, പ്ലസ് ആൻ അഡീഷണൽ ഇയർ. അതിനർത്ഥം 1 വർഷത്തെ കോൺട്രാക്ട് ഉണ്ടാവും, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് നെയ്മറുടെ പെർഫോമൻസും അതുപോലെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ രൂപത്തിലായിരിക്കും ഈ ഓഫർ വെക്കുക എന്നാണ് ടർക്കിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്മറുടെ നിലവിലെ കോൺട്രാക്റ്റ്, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് സാൻഡോസുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തുർക്കിയിൽ നിന്നുള്ള ഓഫർ നെയ്മർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തകൾ കാണുന്നില്ല. ഫെനാറ്റിക്കിനെ ഉദ്ധരിച്ച് തന്നെയാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. നിലവിൽ ഗ്ലോബോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫബ്രിസിയോ റൊമാനയോ പോലെയുള്ള ജേർണലിസ്റ്റുകളോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. അതേസമയം ഫെണർബാഷെ ഇപ്പോൾ കെയ്ൽ വാക്കർക്കായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഫബ്രിസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തായാലും നെയ്മർ നിലവിൽ സാൻഡോസുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. യൂറോപ്പിൽ നിന്നുള്ള ഓഫറുകൾ പരിഗണിക്കുന്നുണ്ട് എന്ന് ഗ്ലോബോ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ വാർത്ത വരുന്നത്. കൂടുതൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തുർക്കിയിലേക്ക് നെയ്മർ നീങ്ങുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.